8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷുകാരുടെ ഒരു യാത്രയെക്കുറിച്ചാണ്. അതായത് അവർ ഓരോ സ്ഥലങ്ങൾ തേടി ഇന്ത്യ കണ്ടുപിടിച്ചാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി ചരക്കെടുത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. അപ്പോൾ ആദ്യത്തേത് വിജയമായപ്പോൾ അവർ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുത്തു. മടക്ക യാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴും കടലിൽ ഉഴറി നടക്കുകയായിരുന്നു. ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പൂവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ മുടക്കുമുതലിൻ്റെ 95% ഇതൊരു യാത്രാ വിവരണമാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവരുടെ യാത്ര തുടങ്ങി എന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒരു വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യാപാര പരിശ്രമങ്ങളെക്കുറിച്ചാണ് നമ്മളവിടെ കണ്ടത്. അതുപോലെ പ്രാചീന കാലം മുതൽ യൂറോപ്യന്മാർക്ക് ലോകത്തിലെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിനെ കുറിച്ചു. അപ്പോൾ ഇതിനായിട്ട് അവർക്ക് കുറച്ച് ഘടകങ്ങളുണ്ടായിരുന്നു. ഇതെന്തിനാണ് ചെയ്യുന്നത്? അതായത് യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഒരു പുരോഗമനത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസും ഭൂപടമൊക്കെ നിർമ്മിക്കാൻ അവർ പഠിച്ചു. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. നമ്മൾ ഉപയോഗിക്കും പോലെ ഈ വറ്റൽ മുളക്, ഈ ചുവന്ന മുളകുണ്ടല്ലോ, അതല്ല, അവർ കൂടുതലും കുരുമുളകാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളകിന് ഭയങ്കര മാർക്കറ്റായിരുന്നു. അതുപോലെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത് എന്താണെന്ന് നോക്കാം. അതൊരു കവാടമാണ് കേട്ടോ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിലേർപ്പെടുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധിതരായി. അപ്പം ഇനി ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൂപടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. അതായത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്ന വഴി. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗ്ഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ വിദേശികൾ. ആദ്യ യൂറോപ്യർ. ആദ്യം വന്ന വിദേശികൾ എന്ന് പറഞ്ഞാൽ അറബികളാണ് കേട്ടോ. ഒരിക്കലും യൂറോപ്യന്മാരല്ല. യൂറോപ്യന്മാർ വരുമ്പോൾ ഇവിടെ അറബികൾ ഉണ്ടായിരുന്നു. സാമൂതിരിമാരുമായിട്ട് അറബികൾ നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ വാസ്കോ ഡ ഗാമ വന്ന സ്ഥലങ്ങളാണ് ലിസ്ബണിൽ നിന്നാണ് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. അവിടെ നിന്ന് കേപ്പ് വെർഗോ ദ്വീപുകൾ, ആഫ്രിക്ക, അതായത് അറ്റ്ലാന്റിക് സമുദ്രം ചുറ്റി അവിടെ ശുഭപ്രതീക്ഷാമുനമ്പ് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് ചുറ്റി മഡഗാസ്കർ ദ്വീപ് വഴി ഏഷ്യൻ ഇതിലേക്ക് കയറി അറബിക്കടലിൽ നിന്ന് കോഴിക്കോട് ഇറങ്ങുന്നു. അതാണ് ഈ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാസ്കോ ഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണെന്ന്. സ്ഥലം ലിസ്ബൺ ആണ്. നമ്മൾ കണ്ടല്ലോ, ലിസ്ബൺ. എത്തിച്ചേർന്നത് കാപ്പാട്, കോഴിക്കോട്. സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, സമുദ്രങ്ങളാണ് കേട്ടോ. കടലാണ്, സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഇനി വൻകരകൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. അപ്പോൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഏഷ്യ. ഈ 3 വൻകരകളിലൂടെയാണ്
ഗാമ വന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 മെയ് 20 കോഴിക്കോട്, അതായത് 1497 ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ച് 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കടപ്പുറത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. 1498 മെയ് 20 എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായിട്ടുള്ള ദേശവ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ണൂരിലേക്ക് പോയി. അവിടെ കോലത്തിരി രാജാവാണ്. അപ്പം ഈ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാർ കണ്ണൂർ കോലത്തിരിമാരുമായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവ് ഇവരെ വ്യാപാര അനുമതി കൊടുത്തപ്പോൾ ഇവർ പോർച്ചുഗലിലേക്ക് മടങ്ങാനായിട്ട് ഒരു കപ്പൽ നിറയെ സാധനങ്ങളുമായിട്ടാണ് പോയത്. അതായത് അദ്ദേഹം വന്ന യാത്രയ്ക്ക് ചിലവായ പൈസയേക്കാളും അതിന് 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. ഗാമ വന്നത് 3 കപ്പലുകളിലായിട്ടാണ്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, സെൻബെറിയോ, ഇങ്ങനെ 3 കപ്പലിലായിട്ടാണ് വന്നത്. അൽവാരോ വെൻഹോവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗാമയുടെ കൂടെ വന്ന ആൾ. ഇപ്പോൾ കൂടെ വന്ന വാസ്കോഡ ഗാമയ്ക്കൊപ്പം വന്ന വ്യക്തി അൽവാരോ വെൻഹോവാണ് കേട്ടോ. ഗാമയുടെ യാത്രയിലുടനീളം ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിയും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് അതുകൊണ്ടാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവനായത് കുഞ്ഞാലി മരക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനുശേഷം ഈ കുഞ്ഞാലി മരക്കാർ വരുന്നതിന് മുന്നേ വീണ്ടും ഗാമ തിരിച്ചുപോയി. 1498 നവംബറിൽ പോയിട്ട് 1500 കബ്രാൾ വന്നു. 1502 പിന്നെ അൽബുക്കർക്ക് വന്നു. പിന്നെ അൽമേഡ വന്നു ഇതിനിടയിൽ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒക്കെ നിൽക്കുവാണ്. അപ്പോഴാണ് കുഞ്ഞാലി മരക്കാരുടെ എൻട്രി. പോർച്ചുഗീസുകാരുടെ ആക്രമണം ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമതീര പ്രദേശങ്ങളും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. 1531 ചാലിയം കോട്ട പിടിച്ചെടുത്തത്. അത് കഴിഞ്ഞ് 1571 തന്നെ അത് നശിപ്പിക്കുകയും ചെയ്തു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിയുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനം ആരംഭിച്ചു. അപ്പോൾ ഈ 3 പേർക്കും ഈ കുഞ്ഞാലി മരക്കാരെന്നുള്ള അവരുടെ സ്ഥാനപ്പേരാണ്. അവരുടെ യഥാർത്ഥ പേര് ഇങ്ങനെയല്ല. കുഞ്ഞാലി ഒന്നാമനെ കുട്ടി അഹമ്മദ് അലി എന്നാണ് പറയുന്നത്. 2ാമത് കുട്ടി പോക്കറലി, 3ാമത് കുട്ടി മുഹമ്മദ് അലി. ഓക്കെ. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഇതിൻ്റെയൊക്കെ മലയാളം പേര് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പം മേശ, കസേര, അലമാര, പിന്നെ ജനൽ, പേന, ചാക്ക്, ഇതൊക്കെ പോർച്ചുഗീസുകാർ പരിചയപ്പെടുത്തിയ വാക്കുകളായിരുന്നു. അതും ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുള്ള ഈ വാക്കുകൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ്, അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, ഇവയൊക്കെ അവരാണ് പരിചയപ്പെടുത്തിയത്. ഇനി ഇവിടെ മാനുവൽ കോട്ടയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മാനുവൽ കോട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇത് കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നെ ഇവരാണ് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ ഇത്രയും പോയിന്റിൽ നിന്ന് ഈ താഴത്തെ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക്
അപ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയെ കൊച്ചിയിൽ സ്ഥാപിച്ചു. അതുപോലെ കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അതുപോലെ യൂറോപ്പിലെ പടക്കോപ്പുകളും യുദ്ധമോറകളും അഭ്യസിപ്പിച്ചു. ഇനി കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലാണ് നമ്മുടെ കശുമാവ്, പേരയ്ക്ക, പൈനാപ്പിൾ, പപ്പായ ഇവയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അടുത്ത വിജ്ഞാന മേഖലയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പിന്നെ ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞ് സാംസ്കാരിക മേഖലയിൽ ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോളത്തിലുള്ളത്. ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, അല്ലെങ്കിൽ നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവ അറിയപ്പെട്ടത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അടുത്തത് കുളച്ചൽ യുദ്ധം. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. കുളച്ചൽ യുദ്ധസ്മാരകമാണ് ഈ വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് ഉള്ള വിവരങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് കൃതി വിവർത്തനം ചെയ്ത് ഡോക്ടർ KS മണിലാലാണ്. അല്ലെ, ഹോർത്തൂസ് മലബാറിക്കസിനൊരു മീനിങ് ഉണ്ട്. മലബാറിലെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലബാറിലെ സസ്യങ്ങളെക്കുറിച്ച്. ഇതിൽ 12 വാല്യങ്ങളായിട്ടാണ് ഈ 742 സസ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ കൃതിയാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഹോർത്തൂസ് മലബാറിക്കസിലെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പോയിൻ്റ് ഉണ്ട്. ഈ ഹോർത്തൂസ് മലബാറിക്കസിലെ രചനയും ബന്ധപ്പെട്ടൊരു കാർമലൈറ്റ് സന്യാസിയുണ്ട്. മാത്യൂസ് എന്നാണ് പേര്. ഈ മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങളെല്ലാം വരച്ചത് ഇതാണ്. അതുപോലെ നമ്മുടെ ഇട്ടി അച്യുതൻ ജനിച്ചു എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കടകരപ്പള്ളിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം അവിടെ കൊല്ലാട്ടുപറമ്പിലെ കടകരപ്പള്ളിയിലാണുള്ളത്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമുണ്ട്. അത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം എന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ സസ്യം തെങ്ങാണ് കേട്ടോ. അവസാന സസ്യം അരയാലാണ്, അല്ലെങ്കിൽ ആലാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന നേതൃത്വം നൽകിയത് നമ്മുടെ കേരള സർവകലാശാലയാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കൊക്കെ തർജ്ജമ ചെയ്ത ഡോക്ടർ KS മണിലാൽ. അദ്ദേഹത്തിന് 2020 പത്മശ്രീ ലഭിച്ചു. 2025 അദ്ദേഹം മരിച്ചു കേട്ടോ. അപ്പോൾ അത്രയും വിവരങ്ങളും കൂടി ഓർത്തു വച്ചേക്കുക. ഇനി അടുത്ത ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇവിടെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്.
തമിഴ്നാട്ടിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ പ്രദേശങ്ങളും ചേർന്നിട്ടാണുള്ള മേഖലയാണ്. അപ്പോൾ ഇതിനെയാണ് 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. പിന്നെ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയും അധീനതയിലായിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ആ കാണിച്ചിരിക്കുന്ന അതാത് സിമ്പൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് നേരെ ട്രയാങ്കിളാണ് ഇട്ടിരിക്കുന്നത്. ആ ട്രയാങ്കിൾ നോക്കുമ്പോൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഇത് നോക്കിയിട്ട് താഴെ ആ ടേബിൾ ഫില്ല് ചെയ്യണം. അടുത്തത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. ഇനി ഏഷ്യയുമായുള്ള വ്യാപാരത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച 1600. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിന് കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നാണ് അനുമതി നേടിയിട്ട് അവർ ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചത്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി സ്ഥാപിച്ചു. മദ്രാസ്, ബോംബെ, കൽക്കട്ട അങ്ങനെ കുറേ പ്രദേശങ്ങൾ അവർക്ക് ആധിപത്യം നേടാനും കാരണമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്ന 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവ അവരുടെ അധീനതയിലായി. നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുണ്ടായിരുന്ന ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവധിലെ മിർ ഖാസിം എന്നിവരുടെ സഹായത്തോടെ അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം ഇവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായ റോബർട്ട് ക്ലൈവിൻ്റെ ഭയങ്കര വലിയ കോട്ടാണ്. അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാംസിന് ചോദിച്ചൊരു വൈക്കുമായിട്ട് വെച്ചോളണേ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ വിട്ടുതരാം, അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഇദ്ദേഹം ഇത് പറയാനുള്ള കാര്യം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, പിന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ. അടുത്തത് നാട്ടുരാജ്യങ്ങളും കമ്പനികളും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളുടെയും നയത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മെഹർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇടയ്ക്ക് ഇതിൻ്റെ സൗണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതായത് കുറച്ച് നികുതി നയങ്ങൾ ഏർപ്പെടുത്തി. നമ്മൾ കേട്ടിട്ടില്ലേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നൊക്കെ. അപ്പോൾ അതുപോലുള്ള ഭൂനികുതി വ്യവസ്ഥകൾ, നയങ്ങൾ
നമ്മുടെ ബ്രിട്ടീഷുകാരെ ഏർപ്പെടുത്തി. അതിലൊന്നാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 നടപ്പിലാക്കിയ പ്രദേശങ്ങളെന്ന് ബംഗാൾ, ബീഹാർ, ഒറീസ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. സവിശേഷത: ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകിയിരുന്നു. അതുമാണ് ആദ്യത്തത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ വരുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കിയ കോൺവാലിസ് പ്രഭുവാണ് കേട്ടോ. അടുത്ത റൈറ്റ് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യയിലും ഡെക്കാൻ ഭാഗത്തുമാണ്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് നടപ്പിലാക്കിയത്. അതിൻ്റെ പ്രത്യേകതകൾ: കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അത്രയുമാണ് റൈറ്റ് വാരി. അടുത്ത മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഹോൾട്ട് മക്കൻസെയാണ് നേതൃത്വം നൽകിയത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷത നോക്കുക. ഉയർന്ന നികുതി നിരക്ക്, പിന്നെ നിർബന്ധിത നികുതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കാനും തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി പണം ഇടപാടുകാരിൽ നിന്ന് ഇവർ ഇങ്ങനെ കടം മേടിക്കാൻ കർഷകർ നിർബന്ധരായി. തന്മൂലം അവർ വീണ്ടും കടക്കണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണം ഇടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണം ഇടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കാരണം അവർക്ക് വീണ്ടും അവർക്ക് നികുതി കൂട്ടും തോറും അവർക്ക് വീണ്ടും പൈസ കൊടുക്കാൻ പറ്റുമല്ലോ. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയ്ക്കുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അതിന് കാരണമായി ഇത് കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു, അല്ലെങ്കിൽ അവർ തകരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇനത്തിൽ അവർക്ക് ഒരു ഇതും കൊടുക്കാറില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തിയും പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തൂക്കൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിൽ ഏർപ്പെടുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും കാരണമായി. ഇനി ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ്. ഇത് 1773 ഒരു വേനൽക്കാലം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇത് സന്യാസികളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ് കേട്ടോ. അന്നത്തെ അവിടെ കർഷകരും അന്നത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ, അതായത് ഈ ചൂഷണം കൂടിയപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിൽ പറയുന്നത്. സന്യാസി കലാപമൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. ബംഗാളിനുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപ് എന്ന് വിളിക്കുന്നു. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് അവർ കൃഷിയിൽ നിന്ന് കലാപത്തിലേക്കായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക സമരം 1859. ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അരിപ്പൊടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് വേർതിരിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രം വിൽക്കാൻ കഴിയുന്നതായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇത്
വഴിതെളിച്ചു. കൃത്രിമ ചായം വർദ്ധിച്ചതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെയും പാതയിലേക്ക് തിരിഞ്ഞു. ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചു. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപയോഗിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ തോട്ടം ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാൾ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയൊക്കെ ചെയ്തു. ഇതിൽ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര എഴുതിയ ഒരു നോവലാണ് നീൽ ദർപ്പൺ. നാടകമാണ് നീൽ ദർപ്പൺ. ഇനി ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിൽ കാടുണർന്നപ്പോൾ എന്നൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വായിച്ചെടുത്തോളൂ. സന്താൽ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന ഒരു കുറിപ്പാണ് അതിൽ കൊടുത്തിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണിവർ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും ചെയ്യാതിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിന്. ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിക്കാനുള്ള ഉപാധികളായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിധോവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി മാറി സന്താൽ കലാപം. ഉൽഗുലാൻ. സന്താൽ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങളുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്ക എന്നാണ് ഉൽഗുലാൽ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്രവിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. സൈഡിൽ എഴുതിയിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻദാതിയ ഗൗരവ് ദിവസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് 2021 മുതൽ ഇന്ത്യ ആചരിച്ചിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അടുത്തത് അപ്പോൾ ഈ ബിർസ മുണ്ടയാണ് കലാപത്തിന് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ച് എല്ലാത്തിൻ്റെയും ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഇത് പിടിച്ചടക്കലാണ്. പണമിടപാടുകാരും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. 1899 മുണ്ട ഗോത്രഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. പോരാട്ടത്തിൻ്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ എന്ന് പറഞ്ഞാൽ പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന പദമുണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്നു മരുത് പാണ്ഡ്യ സഹോദരന്മാരും. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയുമായിരുന്നു. പഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്.
കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. വെല്ലൂർ കലാപം സൈഡിലുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ട് ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാവുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണികൾ എതിർത്തു. നാട്ടുപ്രമാണികാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയത് സംഘർഷത്തിനിടയാക്കിയത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യയിലെ അധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്ര ദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മയെ ഒരു ആൺകുട്ടി ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്തു. 1825 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ ചെന്നമ്മ മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കലാപങ്ങളെല്ലാം ചേർത്ത് ഇതിലേക്ക് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ കാർഷിക കലാപങ്ങളിൽ സന്യാസി ഫക്കീർ കലാപവും നീലം കലാപവും വരും. അത് കഴിഞ്ഞ് വരുന്നതിൽ ഗോത്ര കലാപം, അതിൽ സാന്താൾ കലാപവും ഉറുഗു കലാപം നമ്മളൊന്നുകൂടെ പഠിച്ചല്ലോ, ഉൽഗുലാൻ കലാപവും വരും ഇതിൽ ഗോത്രവർഗത്തിൽ. അടുത്തത് ഇവിടെ വരും സൈനിക തലവന്മാരുടെ കലാപം, അതാണ് പോളിഗർ കലാപം. അടുത്ത സ്ത്രീകൾ, ഇവിടെ ഈ കിട്ടൂർ കലാപത്തിന് വേണ്ടി സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം കിട്ടൂർ കലാപം. ജനകീയ കലാപം ആറ്റിങ്ങൽ കലാപം. അത്രയാണുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് നമ്മൾ ഈ മുകളിൽ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളുണ്ടായിരുന്നു നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരൻ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. ഇതിൽ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം.
കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ നേതാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യ രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അടുത്ത ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശം ഈ ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാവുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന അതിർത്തിയായിരുന്നു 1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്ന പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസായിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനിക തലവനായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ് കേട്ടോ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ബ്രിട്ടീഷുകാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിന് പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടാക്കി ഇരയാക്കി. അനേകമായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കൻവർ സിംഗിൻ്റെ കഥ വായിച്ചില്ലേ? ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അവരിൽ ചിലരെ നമുക്ക് നോക്കാം. ഇനി കലാപം നടന്ന സ്ഥലവും അതിന് നേതൃത്വം നൽകിയവരും അതിൻ്റെ സവിശേഷതകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകി. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തിയതും ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇനി ജനറൽ ഫക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു. അടുത്ത ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു. താന്തിയ തോപ്പിയാണ് നാനാ സാഹിബിൻ്റെ സൈനിക തലവനായിരുന്നു. അതുമാത്രമല്ല ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചതും താന്തിയ തോപ്പിയാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു, അതായത് അവധിലെ ഭരണാധികാരി. ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. 1857 കലാപത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമായി ഒതുങ്ങിയിരുന്നു. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടക മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇത് പിൽക്കാല ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള
നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചില സിനിമയും സാഹിത്യമൊക്കെ ഉണ്ട്. മോഹൻ സിൻഹയുടെ 1857 കേതൻ മേത്ത സംവിധാനം ചെയ്തു. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടതാണ്. മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിച്ചതാണ്. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങളിൽ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്. അപ്പോൾ ബാക്കി ഇനി തുടർ പ്രവർത്തനങ്ങൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മളിപ്പോൾ VFIയുടെ സിലബസ് പോകുന്നുണ്ടാവല്ലോ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചു. ഇന്നത്തെ ഇതിൽ 1857 വിപ്ലവം ഉണ്ടായിരുന്നു. ഏകദേശം അത് രണ്ടും മാക്സിമം കവർ ചെയ്ത് തന്നെ ഇതിൽ പോയിട്ടുണ്ട്. ഇതിൽ ചില പ്രധാന പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ പഠിച്ച കൂടുതൽ പോയിന്റ്സ് ഇതിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടാത്തതാണ്. അതുകൂടി വായിച്ചെടുത്തോണം. റിവിഷൻ എന്ന പോലെ ഇത് ജസ്റ്റ് കേട്ട് അതൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ.